heart should be. ഹായ് മലയാളീസ്, സുഖല്ലേ? അപ്പോൾ എനിക്കൊരു ആശയം കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നി. 9 years ഓഫ് ജേണി എൻ്റെ ഒരു മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ. സോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ പൈസ ഇല്ല, ഹാർഡ് വർക്ക് മാത്രം. അങ്ങനെ എന്നെപ്പോലെ പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്നവർ ഒരുപാടാണ്. വർഷങ്ങൾ കടന്നു പോകുന്നു, പക്ഷേ ഒരു അച്ചീവ്മെൻറ്റ്സ് ഇല്ല. സോ അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബ് ഞാൻ യൂസ് ചെയ്തില്ല? കാരണം ഞാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്യൂബ്. പക്ഷേ എന്തോ അറിയില്ല, ലൈഫിൽ ഇത് തന്നെ സക്സസ് ആവും, ഭയങ്കരമായിട്ട് ഞാൻ വീട് വാങ്ങും, കാറ് വാങ്ങും, ഐ മേക്ക് മൈ ഫാമിലി പ്രൗഡ്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു കാലമുണ്ട്. ദെൻ ഓൾ അബൌട്ട് വാട്ട് ഐ വോണ്ട് സേ, ഹാർഡ് വർക്ക്. നമുക്ക് എവിടെയൊക്കെയാണോ ഓപ്ഷൻസ് ഉള്ളത് അവിടെയൊക്കെ ട്രൈ ചെയ്യണം. മനസ്സ് തളരും, പക്ഷെ നെവർ ഗിവ് അപ്പ്. അപ്പോൾ എനിക്കൊരു തോട്ട് തോന്നി, ഒരു 100 days കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടാലോ? കൂടെ ഉണ്ടാവില്ലേ? നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല. ചിലപ്പോൾ തോക്കാം, ചിലപ്പോൾ സക്സസ് ആവില്ല ഇത്, പക്ഷേ ട്രൈ ചെയ്യാമല്ലോ. ഒരുപാട് തോറ്റവർക്ക് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ തോക്കാൻ പേടിയുണ്ടാവില്ല. കൂട്ടത്തിലാണ് ഞാനൊന്ന് കൂട്ടിക്കോ. സോ ഇങ്ങനെ ഇരുന്നപ്പം ചുമ്മാ ഒരു ലുക്ക്, 2 സൈഡും ഇതിനെ പെടഞ്ഞിടുക എന്ന് പറയും, അങ്ങനെ ഇടാനായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു എപ്പോഴും ഒരിടത്തൊരു ഡിഫറെൻറ്റ് ലുക്ക് കൊണ്ടുവരാമെന്നുള്ളത് എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മലയാളീസ്, നമുക്ക് പോയാലോ? സോ സിമ്പിൾ വീഡിയോസ് ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ക്രേവിങ്സ്. നിങ്ങൾക്കുണ്ടോ നൈറ്റ് ക്രേവിങ്സ്? എനിക്കുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നൈറ്റ് ക്രേവിങ്സ്, ഞാൻ ഇത്രയും നാൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ക്യാഷ് ഇല്ലായിരുന്നപ്പോൾ എൻ്റെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, അമ്മയുടെ അടുത്ത് ചോദിച്ചു പഠിച്ചും വരെ ഞാൻ കഴിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഫുഡ് എനിക്ക് അന്നൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ബാക്കി എല്ലാ കാര്യത്തിലും പിശുക്കുമെങ്കിൽ പോലും ഒരു കാര്യത്തിലും ഞാൻ എൻ്റെ ലൈഫിൽ പിശുക്കിയിട്ടില്ല. ഭക്ഷണം, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്നും ഒരു ക്രേവിങ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ആക്ച്വലി ഞാൻ എടുക്കുന്ന സമയത്ത് ഇതായിരിക്കും പ്രൊമോ വീഡിയോ ആയിട്ട് പോകുന്നത്. പക്ഷേ ഈ വീഡിയോ ആദ്യം എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുത്തല്ലേ. യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു രണ്ട് വീഡിയോ എടുത്ത് വെച്ചു, 2-3. ഞാൻ ഈ ഫുഡ് വരുന്ന സമയത്ത് പോകുന്നു, അത് മേടിക്കുന്നു, വരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തു. ലൈവ് അല്ലേ, സ്പോട്ടിൽ ആ ഒരു മൊമെൻറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് പോലെ ആ വീഡിയോ എടുത്തിരുന്നു. ഇപ്പം എനിക്ക് തോന്നി, എന്തുകൊണ്ട് 100 days കണ്ടിന്യൂസ് വീഡിയോ എന്നൊരു കോൺസെപ്റ്റിൽ എടുത്തുകൂടാ എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇന്ന് തൊട്ടാണ് എടുക്കാൻ പോകുന്നത്. ഓൾറെഡി 3 വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് ഇടുന്നതെങ്കിലും അത് കോൺസെപ്റ്റ് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇടുന്നത്. അത് കഴിഞ്ഞ് ആ 3 വീഡിയോ ആയിരിക്കും ഇടുന്നത്. അതിന് ശേഷം ഈ അറ്റയറിലുള്ള ഇന്ന് ഞാൻ മേടിക്കാൻ പോകുന്ന ചിക്കൻ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, നൈറ്റ് ക്രേവിങ്. സോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, ബൈ ഗൈസ്. ഉണ്ടാവില്ലേ കൂടെ? ഓക്കെ മലയാളീസ്, ലോട്ട്സ് ഓഫ് ലവ്.